നമസ്കാരം. ഇന്നത്തെ പത്രവാർത്തയിലൂടെ ഇന്ന് മലയാള മനോരമയിലെ ഫസ്റ്റ് പേജിൽ ബാങ്ക് കൊള്ള, അതും പട്ടാപ്പകലാണ്. ചാലക്കുടി പോട്ടയിൽ ഉച്ചയ്ക്ക് 2:15-ന് 15.20 ലക്ഷം രൂപ കവർന്നതായിട്ടുള്ള ഒരു ന്യൂസാണ്, വാർത്തയാണ് കൊടുത്തിരിക്കുന്നത്. 3 മിനിറ്റിൽ മോഷ്ടാവ് 15.20 ലക്ഷം രൂപ കവർന്നു. കത്തി കാട്ടിയാണ് കവർച്ച നടത്തിയത്. മോഷ്ടാവ് വന്ന് സ്കൂട്ടറിലാണ്. ഹെൽമറ്റ് മുഖംമൂടിയും ധരിച്ച് ഫെഡറൽ ബാങ്ക് പോട്ട ശാഖയിലെത്തിയ മോഷ്ടാവ് ജീവനക്കാരെ കത്തിക്കാട്ടി 15.20 ലക്ഷം രൂപ കവർന്നു എന്നുള്ളതാണ് ആദ്യത്തെ വാർത്ത. വലതുഭാഗത്തായി, ഒന്നാം പേജിന്റെ വലതുഭാഗത്തായി സഹൃദവിള വൈറ്റ് ഹൗസിലെ കൂടിക്കാഴ്ചയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും ആയിട്ടുള്ള കൂടിക്കാഴ്ചയുടെ ഒരു വാർത്തയാണ് കൊടുത്തിരിക്കുന്നത്. മോദിയുടെ സന്ദർശനം US-മായി സമഗ്ര സഹകരണ പദ്ധതി എന്നുള്ള രീതിയിലാണ് വാർത്ത കൊടുത്തിരിക്കുന്നത്. 4 ഇരട്ടി വ്യാപാരം, പ്രതിരോധ കൂട്ട്. F-35 യുദ്ധവിമാനം വാഗ്ദാനം ചെയ്ത് ട്രംപ്. എണ്ണ പ്രകൃതിവാതക ഇറക്കുമതി കൂട്ടും. തഹാവൂർ റാണയെ കൈമാറും ട്രംപ്. നാടുകടത്തൽ തുടരുന്നു. 2ാം വിമാനം ഇന്ന്. ആ ഒരു വാർത്തകളാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെയായി വയനാട് പുനരധിവാസ പദ്ധതികൾക്ക് കേന്ദ്ര വായ്പ 529.50 കോടി ചെലവാക്കാൻ 45 ദിവസം. കേരളം പണം കണ്ടെത്തി മാർച്ച് 31-നകം ചിലവഴിക്കണമെന്നാണ് കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. രേഖ നൽകുമ്പോൾ തിരികെ തരാമെന്ന് കേന്ദ്ര സർക്കാർ. കേന്ദ്ര വായ്പ പദ്ധതിയാണ് പറഞ്ഞിരിക്കുന്നത്. 1.5 മാസം കൊണ്ട് ഇത്രയധികം തുക ചിലവഴിച്ച് വിനിയോഗ സർട്ടിഫിക്കറ്റ് നൽകുക ബുദ്ധിമുട്ടാണ്. ഏറെ വൈകിയാണ് തുക അനുവദിച്ചത്. KN ബാലഗോപാൽ. ഇവർക്ക് തുക അനുവദിച്ചാലും ചിലവാക്കാനുള്ള ബുദ്ധിമുട്ടാണ് അവർ പറയുന്നത്. ഒരുപാട് തുക അനുവദിച്ചിട്ടും ചിലവാക്കാതെ കെട്ടിക്കിടക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരും പറയുന്നത്. അപ്പോൾ ഉരുൾപൊട്ടൽ തകർന്ന വയനാട്ടിലെ മുണ്ടക്കൈ ചുരൽമല മേഖലയിലെ പുനരധിവാസ വാർത്തയാണ് 1-ാമത്തെ പേജിൽ താഴെയായിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യം തന്നെ ബാങ്ക് കൊള്ളയെക്കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ 1-ാമത്തെ പേജിൽ ഇത്രയും വാർത്തകൾ തന്നെയുള്ളൂ. അടുത്തതായി പ്രാദേശികം പേജാണ്. ലോക്കൽ ന്യൂസസ് ആണ്. HL പ്രതീക്ഷ സ്കോളർഷിപ്പ് അപേക്ഷ ക്ഷണിച്ചു എന്നുള്ള വിദ്യാഭ്യാസം ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നത്. എന്തിനാണ് എഡ്യൂക്കേഷൻ പേജ് വേറെ ഉണ്ട്. രാത്രി വീട്ടിൽ നിന്നും കാണാതായ വിദ്യാർത്ഥി സ്കൂളിൽ മരിച്ച നിലയിൽ. വിദ്യാർത്ഥിയും സ്കൂൾ ജീവനക്കാരനുമായി തർക്കമുണ്ടായെന്ന് പോലീസ്. വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷിക്കും. അപ്പം കാട്ടാക്കടയിലാണ്. തിരുവനന്തപുരം കാട്ടാക്കട +1 വിദ്യാർത്ഥിയെ സ്കൂളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പരുത്തിപ്പള്ളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1-ാം വർഷ വൊക്കേഷണൽ ലാബ് ടെക്നീഷ്യൻ റിസർച്ച് ആൻഡ് ക്വാളിറ്റി കൺട്രോളർ കോഴ്സ് വിദ്യാർത്ഥി കുറ്റിച്ചൽ എബ്രഹാം ബെൻസൺ 16 ഇന്നലെ പുലർച്ചെ 5-ന് ഇതേ സ്കൂളിലെ കെട്ടിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എബ്രഹാം ബെൻസന്റെ റെക്കോർഡ് ഒപ്പിട്ട് സീൽ നൽകിയത് ഞാനാണ്. മോഡൽ പരീക്ഷ നടക്കുകയായിരുന്നു എന്നുള്ളതാണ് സ്കൂൾ പ്രിൻസിപ്പലിന്റെ ഒരു ബൈറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വാക്കേറ്റം, കടുത്ത മാനസിക സമ്മർദ്ദം, പിന്നിലെ കാരണങ്ങൾ ഇതാണ്. വീട്ടുകാർ അതിനെതിരെ പറഞ്ഞിരിക്കുന്ന ഒരു ന്യൂസാണ് കൊടുത്തിരിക്കുന്നത്. വീണ്ടും വെർച്വൽ അറസ്റ്റ്. പോയത് 1.84 കോടി രൂപയാണ്. ഇപ്പോൾ വെർച്വൽ അറസ്റ്റിന് തെറ്റിദ്ധരിപ്പിച്ച് 24 ദിവസം ഇപ്പോൾ ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് നൽകി. വെർച്വൽ അറസ്റ്റ് എന്നും പറഞ്ഞ് ഇനിയെങ്കിലും നമ്മൾ കബളിപ്പിക്കാതിരിക്കുക. വെർച്വൽ അറസ്റ്റ് തട്ടിപ്പിന് ഇരയായി 52-കാരന് 1.84 കോടി രൂപ നഷ്ടമായി. സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന കവടിയാർ സ്വദേശിക്കാണ് പണം നഷ്ടമായത്. CBI ഓഫീസർ ചമഞ്ഞ് വീഡിയോ കോളിൽ ഭീഷണിപ്പെടുത്തി 24 ദിവസത്തോളം വെർച്വൽ അറസ്റ്റിലാക്കിയാണ് പണം തട്ടിയത്. അത് ജനങ്ങൾ സൂക്ഷിക്കുക. വെർച്വൽ അറസ്റ്റ് എന്നൊക്കെ പറയുന്നത് തട്ടിപ്പാണ്. അങ്ങനെ വെർച്വൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് കളയുക. അവരുടെ വീഡിയോ ഫോട്ടോസ് ഒക്കെ എടുത്ത് സൂക്ഷിക്കുക, സൈബറിന് കൈമാറുക. കമ്പ്യൂട്ടർ ആൻഡ് DDP കോഴ്സ്, ഓപ്പറേഷൻ കോഴ്സിനെ കുറിച്ച് ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു എഡ്യൂക്കേഷൻ സംഭവമാണ് പറയുന്നത്. വിദ്യാഭ്യാസം. കേരളത്തിന്റെ സമ്പൽ വ്യവസ്ഥ വളർച്ചയുടെ പാതയിലാണ് മുഖ്യമന്ത്രി പറയുന്നു. കേരള ഇക്കണോമിക്സ് കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതാണ്. കിണറ്റിൽ വീണ കളിപ്പാട്ടം എടുക്കാൻ ശ്രമിച്ച കുഞ്ഞു മരിച്ചു. മേൽമൂടിയില്ലാത്ത കിണറ്റിൽ വീണത് 5 വയസ്സുകാരൻ. 5 വയസ്സുകാരൻ മരിച്ച ഒരു. ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഒക്കെ ശ്രദ്ധിക്കുക. കിണറുകളിൽ മേൽമൂടിയില്ലെങ്കിൽ അത് മേൽമൂടി എങ്ങനെയെങ്കിലും അത് ഉണ്ടാക്കുക. കാരണം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അറിയില്ല. സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ വേണമെന്ന് ആവശ്യം. സർവകലാശാല നിയമ ഭേദഗതിയെക്കുറിച്ചിട്ടാണ്. പാതി വില തട്ടിപ്പ്, നരുവാമൂട്ടിൽ കേസുകൾ. അധ്യാപകർക്ക് പൊതുജീവൻ നൽകിയ അധ്യാപകൻ്റെ 4 പേർക്ക് പൊതുജീവൻ നൽകിയ അധ്യാപകൻ രാജേഷ് യാത്രയായതിനെ കുറിച്ചിട്ടാണ് ആ ഒരു ന്യൂസ്. ദാനം ചെയ്ത് വൃക്കകളും നേത്രപടലവും. തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച അധ്യാപകൻ 4 പേർക്ക് പുതുജീവൻ നൽകിയ ഒരു വാർത്തയാണ് അത്. ഇനി നമുക്ക് പ്രാദേശിക പേജിൻ്റെ 3-ാം പേജിലേക്ക്, പ്രാദേശികത്തിൻ്റെ പേജിലേക്ക് വന്ന 3-ാമത്തെ പേജാണ്.
ശബരിമല വികസന അതോറിറ്റി കരട് നിർദ്ദേശങ്ങളുമായി 19 അംഗ ഭരണസമിതി. മുഖ്യമന്ത്രി ചെയർമാൻ, ദേവസ്വം മന്ത്രി കോ ചെയർമാൻ. അപ്പോൾ അതാണ് ഒരു വാർത്ത. അതിന് താഴെ KPSM സംസ്ഥാന സമ്മേളനത്തിന് തുടക്കം. 3-ാം പേജ്. 4-ാം പേജിൽ ബിസിനസ് പേജാണ്. ജിയോ ഹോട്ട്സ്റ്റാർ ലയനം, കൂടുതൽ സിനിമ, കൂടുതൽ സ്പോർട്സ്. ഇപ്പോൾ ജിയോയും ഹോട്ട്സ്റ്റാറും കൂടി ലയിക്കുകയാണ്. അപ്പോൾ ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്ക് എൻ്റർടൈൻമെൻറ്റും അതിനകത്ത് വരും. ജിയോ ഹോട്ട്സ്റ്റാർ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം പ്രവർത്തനം ആരംഭിച്ചു. 50 കോടിയിലധികം ഉപയോക്താക്കളോട് ഇന്ത്യയിലെ ഏറ്റവും വലിയ OTT പ്ലാറ്റ്ഫോമായിട്ട് മാറും. IPL ഇനി സൗജന്യമല്ല. IPL കാണണമെങ്കിൽ നമ്മളിനി OTTയിലായിരിക്കും കാണേണ്ടത്. ന്യൂഡൽഹിയിലെ ലയനത്തോട് ജിയോയും ഡിസ്നി ഹോട്ട്സ്റ്റാറും ഇനി ഒന്ന്. ഹോട്ട്സ്റ്റാറിലെ സിനിമകളും സീരീസുകളും IPL പോലുള്ള സ്പോർട്സ് പരിപാടികളുമെല്ലാം ഇനി ജിയോ വരിക്കാർക്ക് ലഭിക്കും. അപ്പോൾ ജിയോ വരിക്കാർക്ക് നല്ല ഉഗ്രൻ വാർത്തയാണ്. വികസനത്തിന് കടപ്പത്രം, ആദ്യം കോർപ്പറേഷനുകൾ, ബോണ്ട് പദ്ധതി. അടുത്തതായിട്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് 8-ാം ദിനത്തിലും ഇടിവ്. ഓഹരി ഇടിഞ്ഞതിനെ കുറിച്ചാണ് ബിസിനസ് പേജിൻ്റെ ടോപ്പിൽ പറഞ്ഞേക്കുന്നത്. 8-ാം ദിനത്തിൽ ഇടിവ്, നിക്ഷേപകർക്കും നഷ്ടം 25 ലക്ഷം കോടി രൂപ. അപ്പം ഓഹരി വിപണിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ അത് ശ്രദ്ധിക്കുക. സ്വർണം പവന് വീണ്ടും വില കൂടി. 63,920 രൂപയാണ് സ്വർണത്തിൻ്റെ വില. സേവനം നിർത്തി ലാഭകേന്ദ്രമാകാൻ തപാൽ വകുപ്പ്. ഇപ്പോൾ പോസ്റ്റ്മാൻമാരെ നമ്മളിപ്പോൾ കാണാറില്ല, എന്നാലും കുറച്ചൊക്കെ ഉണ്ട്. പോസ്റ്റ് പെട്ടികളാണ് നമ്മൾ കാണാത്തത്. തിരുവനന്തപുരം സേവനം നിർത്തി ലാഭകേന്ദ്രമാക്കാനുള്ള നടപടികളിലേക്ക് തപാൽ വകുപ്പ്. മുതൽ മുടക്കിനാനും അധികമായി വരുമാനം ലഭിക്കാത്ത കോസ്റ്റ് സെൻറ്റർ എന്ന സേവന വിഭാഗത്തിൽ നിന്ന് ചെലവ് നിയന്ത്രിച്ച് ലാഭം ലക്ഷ്യമിടുന്ന പ്രോഫിറ്റ് സെൻറ്റർ എന്ന വിഭാഗത്തിലേക്ക് തപാൽ വകുപ്പിനെ മാറ്റുന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്രം പറഞ്ഞിരിക്കുകയാണ്. താഴെയായിട്ട് വലിയ വാർത്തകളൊന്നുമില്ല. വ്യാപാരവും മണപ്പുറം ഫിനാൻസിൽ 453 കോടി അറ്റാദായവും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. JEE മിന്നും വിജയം നേടി സൈലത്തിൻ്റെ വാർത്തകൾ ബിസിനസ് പേജല്ലേ. പരസ്യ പേജുകളും കൂടി ആയിരിക്കും. സ്പോൺസേർഡ് പേജാണ്. അടുത്തതായി വർത്തമാനം പേജാണ്. നമ്മളുടെ ഇപ്പോഴത്തെ നടക്കുന്ന ന്യൂസുകൾ പറയുന്ന PC ചാക്കോയുടെ രാജി സ്വീകരിക്കരുതെന്ന് 10 ജില്ലാ പ്രസിഡന്റുമാർ ശരത് പവാറിന് കത്തയച്ചു. ആ ഒരു വാർത്തയാണ് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഇന്നലെ മെനഞ്ഞാന്ന് 3 പേര് മരിച്ചു ഉത്സവത്തിന്. അതിനെക്കുറിച്ച് ഉത്സവത്തിനിടെ 3 പേർ മരിക്കാനിടയായ സംഭവം. ഇടഞ്ഞ ആനകളുടെ രജിസ്റ്ററുകൾ ഹാജരാക്കണമെന്ന് ഹൈക്കോടതി. അവരുടെ രജിസ്റ്റർ അവർക്ക് കൃത്യമായിട്ട് ഭക്ഷണം, ട്രാൻസ്പോർട്ടേഷൻ, മരുന്ന് ഇതെല്ലാം കൊടുക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. ആനകളുമായി ബന്ധപ്പെട്ട രജിസ്റ്ററുകൾ തിങ്കളാഴ്ച ഹാജരാക്കണം. കൊയിലാണ്ടി കുറുവങ്ങാട് മണക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലാണ് ഉത്സവത്തിനെത്തിയ ആനകൾ ഇടഞ്ഞത്. അപ്പം പിന്നെ അടുത്ത താഴെ ഒരു ന്യൂസ് കൊടുത്തിട്ടുണ്ട്. റാഗിങ്ങുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ വേദന ഉണ്ടാക്കുന്നുവെന്ന് മന്ത്രി R. ബിന്ദു. അത്രയും ബിന്ദു പറഞ്ഞത് വലിയ കാര്യം. റാഗിങ്ങിന് വേദന ഉണ്ടാക്കുന്നു. അപ്പോൾ അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനും കൂടി ശ്രമിക്കുക. അല്ലാതെ 10 ദിവസം അറസ്റ്റ് ചെയ്തിട്ട് അവരെ ഇറങ്ങിപ്പോകാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതേ നമുക്ക് പറയാൻ പറ്റൂ. 6-ാമത്തെ പേജിൽ ബാങ്കിലെ കവർച്ചയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലെ ടോപ്പിലെ വാർത്ത, മോഷ്ടാവ് ബാങ്കിന് മുന്നിലേക്ക് സ്കൂട്ടറിലെത്തുന്നു. അപ്പോൾ സാധാരണ മോഷ്ടാവാണ് ബാങ്കിന് മുന്നിലേക്ക് സ്കൂട്ടറിലെത്തുന്നു. പണം അപഹരിക്കുന്നതിന് മുമ്പായി മോഷ്ടാവ് ജീവനക്കാർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന മുറി പുറത്തു നിന്ന് അടച്ച ശേഷം വാതിൽപ്പടിയിലൂടെ കസേരയുടെ കാൽ കൊളുത്തിയിടുന്നു. അപ്പം ഇത്രയാണ് ആദ്യം. അത് CCTV ക്യാമറയിൽ കാണുന്നതാണ്. കത്തിക്കാട്ടി 2 വാചകങ്ങൾ, ക്യാഷ് കിധർ ഹേ ചാവി ലോ. അത്രേ പറഞ്ഞോളൂ. അപ്പം പുറത്തു നിന്നുള്ള ആളാണ്. ഹിന്ദി നോർത്ത് ഇന്ത്യൻ ആരോ ആണ് പണം മോഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വാർത്തയാണ്. ഇനി അടുത്തത്, പറന്നുയരാൻ പോയവർ വന്നത് അന്നമിറക്കാൻ കഴിയാതെ. റാഗിങ്ങിൻ്റെ ക്രൂരതയെക്കുറിച്ചിട്ടാണ് റൈറ്റ് സൈഡ് ടോപ്പിൽ വർത്തമാനം പേജിൽ പറഞ്ഞിരിക്കുന്നത്. റാഗിൻ്റെ ക്രൂരതയിൽ നിന്ന് 10 വർഷമായിട്ടും കര കയറാനാകാതെ ഇരയായ പെൺകുട്ടി. ശുചിമുറി വൃത്തിയാക്കുന്ന ദ്രാവകം കുടിപ്പിച്ചതിനാൽ അന്നനാളം ഇപ്പോഴും തകരാറിൽ. അവൾ ജീവിക്കുന്ന ഇരയാണ്. 10 വർഷം പിന്നിട്ടിട്ട് ക്രൂരമായ റാഗിങ്ങിൻ്റെ ആഘാതത്തിൽ നിന്ന് കര കയറാനാവാതെ ഇവിടെ ഇങ്ങനെ ഒരു ദലിത് പെൺകുട്ടി. 9 വർഷത്തിലേറെ വീട്ടിലെ മുറിക്കകത്ത് ഏകാന്തതയിലായിരുന്നവൾ. യാതനകൾ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നവൾ. ശുചിമുറി വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ദ്രാവകം റാഗിങ്ങിനിടെ ബലമായി കുടിപ്പിച്ചതിനെ തുടർന്ന് അന്നനാളം തകരാറിലായതിനുള്ള ചികിത്സയുണ്ട്. അപ്പോൾ റാഗിങ് ആൻറ്റി റാഗിങ് സ്കോഡും മറ്റേതും മറിച്ചതും നിയമം എല്ലാം വന്നിട്ടും റാഗിങ് ഇപ്പോഴും നടക്കുന്നു. ഇത്രയും വർഷമായിട്ടും. അതെന്നാൽ അതിൻ്റെ ഉദാഹരണമാണ് സിദ്ധാർത്ഥ്. ഇപ്പോൾ ഏറ്റവും പുതിയ ഉദാഹരണവും നമ്മൾ കണ്ടു കഴിഞ്ഞു.
പാതി വില തട്ടിപ്പിൽ ED കേസെടുത്തതിനെ കുറിച്ചിട്ടാണ് അടുത്ത വാർത്ത. അനന്ത് കൃഷ്ണനടക്കം പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ നീക്കം, ക്രൈംബ്രാഞ്ച് നടപടി തുടരുന്നു. ലെഫ്റ്റിലായിട്ട് പാലാ നഗരസഭ സ്വന്തം ചെയർമാനെതിരായ അവിശ്വാസം പിന്തുണച്ച് കേരള കോൺഗ്രസ്. DP ശ്രീനിവാസനെ തല്ലിയത് അസഭ്യം പറഞ്ഞതിന് ആർഷോ, അച്ചടിച്ചത് അപ്പോൾ DP ശ്രീനിവാസനെ 2009 2011 അടിച്ച ഒരു ന്യൂസാണ് പറഞ്ഞിരിക്കുന്നത്. അടിച്ചത് മഹാപരാധമല്ല, SFI മാപ്പ് പറയേണ്ട ആവശ്യവുമില്ല. ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാനായിരിക്കും DP ശ്രീനിവാസനെ SFI നേതാവ് തല്ലിയതിനെ ന്യായീകരിച്ച് സംസ്ഥാന സെക്രട്ടറി PM ആർഷോ ശ്രീനിവാസൻ അസഭ്യം പറഞ്ഞതുകൊണ്ടാണ് അന്ന് തല്ലേണ്ട സാഹചര്യം ഉണ്ടായത്. സ്വാഭാവികമായി ഉണ്ടായ പ്രതികരണമായിരുന്നു. നല്ല SFI സെക്രട്ടറിയാണ്. അപ്പോൾ ഇവരെയൊക്കെ അടിച്ച് പുറത്ത് കളഞ്ഞിട്ട് SFI ശുദ്ധീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. SFI എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല സംഘടനകളിൽ ഒന്നാണ്. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരെ ഇതിനകത്ത് വെച്ചിരിക്കുന്നത് SFIക്ക് ഒരു ഭൂഷണമല്ല എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. വിജയ്ക്കൊപ്പം ഇനി കമാൻഡോകൾ നിരീക്ഷിക്കാനെന്ന ആരോപണം. നടനും തമിഴകം വെട്രി കഴകം അധ്യക്ഷനുമായ വിജയ്ക്ക് 2 കമാൻഡോകൾ Y കാറ്റഗറി സുരക്ഷ ഏർപ്പെടുത്തി. അതെന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. ആനന്ദകുമാർ ഇടപെട്ടതിന് തെളിവ്, പാതിവില തട്ടിപ്പ് കേസിൻ്റെ ബാക്കിയുള്ള വാർത്തകളാണ് പറഞ്ഞേക്കുന്നത്. ചീഫ് സെക്രട്ടറിക്ക് പ്രശാന്തിൻ്റെ കത്ത്, നടപടി പക്ഷപാതപരം, ഇനി മറുപടി ഓൺലൈൻ സംപ്രേഷണം ചെയ്യും. അതേപോലെ തന്നെ അടുത്ത ഒരു ന്യൂസ് പറഞ്ഞിരിക്കുന്നത് താഴെയാണ്. മഫ്തി പോലീസ് തിരിച്ചറിയൽ കാർഡ് കാണിക്കണം, ഹൈക്കോടതി. മഫ്തി പോലീസ് നമ്മൾ യൂണിഫോം ഇടാതെ പോലീസുകാർ അടിച്ച ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെയാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. മഫ്തി പോലീസ് ഇനി മുതൽ തിരിച്ചറിയൽ കാർഡ് കാണിക്കണം. ഞാൻ പോലീസാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മഫ്തി ഡ്യൂട്ടി ചെയ്യാൻ ചുമതലപ്പെടുത്തിയ ഉത്തരവിൻ്റെ പകർപ്പും കൈവശം വയ്ക്കണം. കാരണം ഇപ്പോൾ രാഷ്ട്രീയക്കാർ തന്നെയാണ് പോലീസായിട്ടൊക്കെ വരുന്നത്. എന്നിട്ട് പോലീസ് എന്നങ്ങ് പറയുവാണ്. പരിശോധന നടത്തുമ്പോൾ മഫ്തി പോലീസ് തിരിച്ചറിയൽ കാർഡ് കാണിക്കണമെന്നും മഫ്തിയിൽ ഡ്യൂട്ടി ചെയ്യാൻ ചുമതലപ്പെടുത്തിയ കൃത്യമായ ഉത്തരവിൻ്റെ പകർപ്പ് കൈവശം വയ്ക്കണമെന്ന് ഹൈക്കോടതിയും പോലീസിനെയും കസ്റ്റംസിനെയും CBIയുടെയും മറ്റ് യൂണിഫോം ഉപയോഗിച്ച് തട്ടിപ്പുകൾ വ്യാപകമാകുന്ന പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അടുത്തത് വർത്തമാന പേജ് ആണ്. 7ാമത്തെ പേജ്. വീടിനെ വേണ്ടെന്ന് അറിയേണ്ട ദുർക്കി മനോരമ പാർപ്പിടത്തിൻ്റെ ഒരു പരസ്യമാണ്. കാര്യവട്ടം കോളേജിലെ റാഗിംഗ്, മർദ്ദനമേറ്റ വിദ്യാർത്ഥികളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. കാര്യവട്ടം ഗവൺമെൻറ് കോളേജിൽ 2 ജൂനിയർ വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികളെ 7 അംഗ സംഘം ക്രൂരമായി റാഗ് ചെയ്ത സംഭവത്തിൽ ആൻറ്റി റാഗിംഗ് സമിതി മർദ്ദനമേറ്റ വിദ്യാർത്ഥികളെന്ന രഹസ്യമൊഴി ശേഖരിച്ച കാര്യം, രേഖപ്പെടുത്തിയ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. നിയമ വിദ്യാർത്ഥിക്ക് മർദ്ദനം, പ്രതികളെ പിടികൂടാനായില്ല. ആക്രമിച്ചത് സീനിയർ വിദ്യാർത്ഥികൾ. പാറശാലയിൽ ആണ്. CSI ലോ കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥി BS അഭിറാമിനെയാണ് കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്ക് പേയിങ് ഗസ്റ്റായി താമസിക്കുന്ന ചെറുവാരക്കോണം വീട് കയറി ആക്രമിച്ചത്. വീട്ടിൽ കയറിയാണ് ആക്രമിച്ചത്. വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ ശ്രമം റാഗിംഗ് നടന്നിട്ടില്ലെന്ന് സ്കൂൾ അധികൃതർ. അനീഷ് വധക്കേസ് പ്രതികൾക്ക് ജീവപര്യന്തം. മദ്യപിക്കുന്നതിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് ബാലരാമപുരം അന്തിയൂർ കോഴോട് അനീഷ് ഭവനിൽ അനീഷ് കൊല്ലപ്പെട്ട കേസിൽ 3 പ്രതികൾക്ക് ജീവപര്യന്തം. ഇപ്പം ആ ഒരു വാർത്തയാണ് കൊടുത്തേക്കുന്നത്. കേന്ദ്ര വായ്പ വയനാടിനുള്ള കൈത്താങ് K സുരേന്ദ്രൻ പറഞ്ഞേക്കുന്നുണ്ട്. അവസാനം കേന്ദ്ര വായ്പ കിട്ടി എന്നുള്ളത് നമുക്ക് ആശ്വസിക്കാം. അടുത്ത കാഴ്ചപ്പാട് പേജാണ്. മെഡൽ കൈവിട്ട് ഓടുന്ന ഓട്ടം, ദേശീയ ഗെയിംസിലെ വീഴ്ചകൾ കണ്ടെത്തി കേരളം തിരുത്തണം എന്നുള്ളതാണ് കാഴ്ചപ്പാട് പറഞ്ഞിരിക്കുന്നത്. കാഴ്ചപ്പാട് പേജിൽ പാളുമോ ട്രംപ് കാർഡ്, അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നതും ചൈന ഉൾപ്പെടെ രാജ്യങ്ങൾക്കുള്ള ഇറക്കുമതി തീരുവ ഉയർത്തിയതും US സമ്പൽവാസിക്കുന്നതിന് തിരിച്ചടിയാകുമോ എന്ന ചർച്ച. പിന്നെ സയൻസ് സ്ട്രീറ്റ് ആണ്. താഴെയായിട്ട് പൂച്ച ഖരമായും ദ്രവമായും. അപ്പോൾ പൂച്ചയുടെ ഒരു വാർത്തയാണ്. പിന്നെ വാചകമേള എന്ന് പറഞ്ഞിട്ട് ഇത് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെയും ഒരു ബൈറ്റായിരുന്നു. അതുപോലെ നേർക്കാഴ്ച, ബർബൻ വിസ്കിക്ക് നയതന്ത്ര ചിയേഴ്സ്, ഇന്ത്യ US വ്യാപാരം ഒറ്റ നോട്ടത്തിൽ ഇന്ത്യ US ബന്ധമാണ്. നേർക്കാഴ്ച പേജിൽ അഭിവൃദ്ധിയിലേക്കുള്ള കൂട്ടുകെട്ടെന്ന് മോദി. മിഗ പ്ലസ് മാഗ പ്ലസ് മെഗ. മനുഷ്യക്കടത്താണ് മുഖ്യ പ്രശ്നം. മോദി. US സർവകലാശാല ക്യാമ്പസുകൾ ഇന്ത്യയിൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മോദിയെ വിമർശിച്ച് രാഹുൽ. ഗൗതം അദാനിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി US വാർത്താ സമ്മേളനത്തിൽ നൽകിയ മറുപടിക്കെതിരെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി.
US വെച്ചുപോലും അദാനിയുടെ അഴിമതി മറച്ചു പിടിക്കാൻ മോദി ശ്രമിച്ചെന്ന് രാഹുൽ ആരോപിച്ചു. ഇന്ത്യ വിമർശനത്തിൽ മയമില്ലാതെ ട്രംപ്. ഇന്ത്യ വഴങ്ങും വരെ പകരത്തിന് പകരം തീരുവ, സൗഹൃദം വേറെ വ്യാപാരം വേറെ എന്ന നയമാണ് ഇന്ത്യയുടെ കാര്യത്തിലും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചത്. പാക് ഭീകരതയ്ക്കെതിരെ ഒന്നിച്ചു നീങ്ങും എന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തീരുവയെക്കുറിച്ചും അതൊക്കെ സൗഹൃദം വേറെയാണ്, വ്യാപാരം വേറെയാണ്. ജീവനക്കാരെ ശാസിക്കുന്നത് ക്രിമിനൽ കുറ്റമല്ല. തൊഴിലുടമയോ മേലുദ്യോഗസ്ഥനെയോ ജോലിയുമായി ബന്ധപ്പെട്ട് ജീവനക്കാരെ ശാസിക്കുന്നത് ക്രിമിനൽ കുറ്റമല്ലെന്ന് സുപ്രീം കോടതി. ഇതിനെ മനഃപൂർവ്വമുള്ള അപമാനമായി കണക്കാക്കാനാവില്ലെന്നും കോടതി വ്യക്തമാക്കി. അപ്പം ശാസിക്കുന്നത് ഒരു കുറ്റമല്ല എന്ന് പറഞ്ഞേക്കുവാണ്. സുപ്രീം കോടതിയാണ് പറഞ്ഞേക്കുന്നത്. ഭൂമി തരംമാറ്റ ഫീസ് സർക്കാരിന് ലഭിച്ചത് 1606.90 കോടി രൂപ. നെൽവയർ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരമുള്ള ഇളവുകൾ ഉപയോഗിച്ച് ഭൂമി തരം മാറ്റിയത് വഴി ഇതുവരെ സംസ്ഥാന സർക്കാരിന് ലഭിച്ചത് 1606 കോടി രൂപയാണ്. കോട്ടയം അടുത്തതായി റാഗിംഗ് പ്രിൻസിപ്പലിന് സസ്പെൻഷൻ, അസിസ്റ്റന്റ് പ്രൊഫസറെയും സസ്പെൻഡ് ചെയ്തു എന്നുള്ള ഒരു വാർത്തയാണ് പറഞ്ഞിരിക്കുന്നത്. കോട്ടയം ഗാന്ധിനഗർ ഗവൺമെൻറ് കോളേജ് നഴ്സിംഗ് കോളേജ് റാഗിങ്ങിനിടെ 4 വിദ്യാർത്ഥികൾ കൂടി. അപ്പോൾ 4 വിദ്യാർത്ഥികളുടെ കൂടി പരാതി പോലീസിന് കിട്ടിയിട്ടുണ്ട്. പ്രതികൾ ഇതിനകം അറസ്റ്റിലായവർ തന്നെ. ദൃശ്യങ്ങൾ പകർത്തിയത് പ്രതികളുടെ നിർദ്ദേശാനുസരണം തന്നെയാണ്. അപ്പോൾ അവർ സ്ഥിരമായിട്ട് റാഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എന്നുള്ളതാണ്. അപ്പോൾ തക്കതായ ശിക്ഷ കൊടുക്കുക. എഡ്യൂക്കേഷൻ പേജാണ് അടുത്തതായി. നാക് റെക്രീഡിയേഷൻ ബെനറി രീതി ഏപ്രിൽ മെയ് മാസത്തിൽ ലെവൽ അധിഷ്ഠിത ഗ്രേഡിംഗ് അടുത്ത ഘട്ടത്തിൽ. അപ്പം എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം പേജ് കുട്ടികൾക്കുള്ളതാണ്. ജിപ്മാറ്റ് അപേക്ഷ മാർച്ച് 10 വരെ. CBSE 10-12 ബോർഡ് പരീക്ഷ ഇന്ന് തുടങ്ങുവാണ്. CBSE 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകൾ ഇന്ന് ആരംഭിക്കും. ഇന്ത്യയിലും മറ്റ് 26 രാജ്യങ്ങളിലുമായ 7,842 സെന്ററുകൾ 42 ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 3.14 ലക്ഷം വിദ്യാർത്ഥികൾ അധികം 10ാം ക്ലാസ് പരീക്ഷ ഇക്കുറി 24.12 ലക്ഷം പേരാണ് എഴുതുന്നത്. 12ാം ക്ലാസ് പരീക്ഷ 17.88 ലക്ഷം പേരും. 10ാം ക്ലാസ്സിന് ഇന്ന് ഇംഗ്ലീഷ് പരീക്ഷയാണ് നടക്കുക. 12ാം ക്ലാസ്സിന് ഓൺട്രപ്രണർഷിപ്പാണ് പരീക്ഷ വിഷയം. അപ്പോൾ ഇന്ന് CBSEയുടെ 10-12 ബോർഡ് എക്സാം തുടങ്ങുകയാണ്. ഈ പ്രാവശ്യമൊക്കെ നേരത്തെയാണ്. നമ്മൾ പണ്ടൊക്കെ പഠിക്കുമ്പോൾ എല്ലാം മാർച്ചിലല്ലേ എക്സാം. ഇപ്പോൾ എല്ലാം ഫെബ്രുവരിയിലൊക്കെയാണ് പരീക്ഷ നടക്കുന്നത്. ഗ്രാൻഡ് ചോദിച്ചു, വർത്തമാനം എന്നുള്ളത് വന്നിട്ട് ഗ്രാൻഡ് ചോദിച്ചു വായ്പ കിട്ടി. 1.5 മാസത്തിനുള്ളിൽ 530 കോടി ചെലവഴിക്കണമെന്ന് അപ്രായോഗികമെന്ന് കേന്ദ്രത്തെ അറിയിക്കും. അത് വയനാടിൻ്റെ ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ കൊടുത്ത സഹായത്തിനെ കുറിച്ച്, സഹായമല്ല വായ്പയായിട്ടായാലും അത് സഹായം തന്നെ വായ്പയായിട്ട് കൊടുത്തേക്കുവാണ്. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള ഒരു വാർത്തയാണ്. അപ്പോൾ ചലച്ചിത്ര മേഖലയിലെ തർക്കമാണ് താഴെയായിട്ട് കൊടുത്തിരിക്കുന്നത്. തർക്കം 2ാം വാരത്തിലേക്ക്. സുരേഷ് ആന്റണി തർക്കത്തിൽ ഉലഞ്ഞ് ചലച്ചിത്ര മേഖലയിലെ തർക്കത്തിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ് കൊടുത്തിരിക്കുന്നത്. പഠിപ്പുരയാണ്. പഠിപ്പുരയിൽ കുഞ്ഞുങ്ങളുടെ ക്വിസ് കാര്യങ്ങളൊക്കെയാണ്. കേരള സിൻഡിക്കേറ്റ് യോഗം 22-ന് രജിസ്ട്രാർ നിയമനം ചർച്ചയാകും. സ്ത്രീ വീടിന് സമീപം ആറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിനെക്കുറിച്ചാണ്. ഓൺലൈൻ തട്ടിപ്പ് 3.75 ലക്ഷം രൂപ കവർന്നയാൾ പിടിയിൽ. ഓൺലൈൻ ട്രേഡിങ്ങിൻ്റെ പേരിൽ ചാലയിലെ വ്യാപാരിയെ കബളിപ്പിച്ച് 3.75 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ ഒരാളെ പോലീസ് പിടികൂടി എന്നാണ് പറയുന്നത്. റാഗിങ്ങിൽ മരിച്ച സിദ്ധാർത്ഥൻ. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടൊരു കേസാണ്. അപ്പീലുകൾ അടുത്ത മാസം പരിഗണിക്കും. വിദ്യാർത്ഥികളെ തിരികെ പ്രവേശിക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്ത് സിദ്ധാർത്ഥന്റെ അമ്മ നൽകിയ അപ്പീലുകൾ അടുത്ത മാസം പരിഗണിക്കാനായി ഹൈക്കോടതി മാറ്റി. ആ ഒരു വാർത്തയാണ്. അവസാന പേജ് സ്പോർട്സ് പേജ് അല്ല, അവസാന പേജ് നമ്മളിവിടെ പരസ്യ പേജ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി സ്പോർട്സ് പേജ് തിരിച്ചടിച്ച് റിച്ച. വനിതാ പ്രീമിയർ ലീഗ് ആദ്യ മത്സരത്തിൽ ബംഗളൂരുവിന് റെക്കോർഡ് ജയം. റിച്ച ഘോഷ് 27 പന്തിൽ 64, പ്ലെയർ ഓഫ് ദ മാച്ച്. BJ ജോഷിതയ്ക്ക് WPL അരങ്ങേറ്റം. ചാമ്പ്യൻസ് ട്രോഫി ടീമുകളുടെ ശക്തി ദൗർബല്യങ്ങൾ അറിയാം. ഇന്ന് ഓസ്ട്രേലിയയും ബംഗ്ലാദേശും കളി. കസറും ചാമ്പ്യൻസ് ട്രോഫി ഇനി 4 ദിവസം കൂടിയുള്ള ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട്. ഓസീസിന് വെല്ലുവിളിയായി പ്രമുഖ താരങ്ങളുടെ പരുക്കും പിന്മാറ്റം. ഓസ്ട്രേലിയക്ക് ബാക്കപ്പ് 11. കൊച്ചിയിൽ ഇന്ന് രാത്രി 7:30 കേരള ബ്ലാസ്റ്റേഴ്സ്
മോഹൻ ബഗാൻ മാച്ചുണ്ട് കൊച്ചിയിൽ ഇന്ന് രാത്രി 7:30-നാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനുമായിട്ടുള്ള മാച്ചാണ് ബെഡാ മാച്ച്. അതിൻ്റെ ഒരു ചിത്രവും കൊടുത്തിട്ടുണ്ട്. ചാമ്പ്യൻസ് ട്രോഫിയുടെ സമ്മാനത്തുക വർദ്ധിപ്പിച്ചു. കപ്പിനൊപ്പം 20 കോടി രൂപയാണ് സമ്മാനം. ഉത്തരാഖണ്ഡിലെ ദേശീയ ഗെയിംസ് വേദികൾ കായിക അക്കാദമികളാകും. ഹൽദ്വാനിയിലെ നീന്തൽ കോംപ്ലക്സ് അതിൻ്റെ ഒരു ചിത്രവും കൊടുത്തിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലെ ദേശീയ ഗെയിംസ് വേദികൾ ഇനി കായിക അക്കാദമികളാകും. ഗെയിംസിന് പൈതൃകം കാത്തുസൂക്ഷിക്കാൻ ഉത്തരാഖണ്ഡ് കായിക വകുപ്പ് തയ്യാറാക്കിയ നയരേഖയിൽ വേദികളെ അക്കാദമികളാക്കി വികസിപ്പിക്കാനാണ് ആലോചന. ഉത്തരാഖണ്ഡിനെ കണ്ടുപഠിക്കാം എന്നുള്ളൊരു ക്യാപ്ഷൻ കൊടുത്തിട്ടാണ് ഈ ഒരു വാർത്ത കൊടുത്തിരിക്കുന്നത്. ദേശീയ ഗെയിംസിന് സമാപനം ഇനി മേഘാലയയിൽ. വർത്തമാന പേജിൽ 15-ാമത്തെ പേജിൽ AI സഹായത്തോടെ ഡിജിറ്റൽ ഉള്ളടക്കം കോഴ്സ് 18 മുതൽ. ഹോസ്റ്റൽ പീഡനം വയനാട്ടിലെ സിദ്ധാർത്ഥന് സംഭവിച്ച ദുരന്തത്തിന്റെ തുടർച്ച സതീശൻ. അപ്പം വയനാട്ടിലെ പീഡനം, ഹോസ്റ്റൽ പീഡനം, സിദ്ധാർത്ഥൻ നമ്മളെ പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന് സംഭവിച്ച പീഡനത്തിന്റെ തുടർച്ചയാണ് എന്നുള്ളതാണ് VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ PC അലക്സാണ്ടർ മെമ്മോറിയൽ പ്രസംഗം മത്സരം അവസാനത്തെ ബാലപംക്തിയാണ്. 16-ാമത്തെ പേജിൽ ബാലപംക്തി. പ്രായോഗികതയിൽ ഊന്നിയ ആശയങ്ങൾ അവതരിപ്പിച്ച കുട്ടികൾ. കുഞ്ഞുങ്ങളുടെ കുട്ടി ആശയങ്ങൾ വലിയ കയ്യടിയുമാണ്. അവരുടെ ആശയങ്ങൾ ബാലജനസഖ്യത്തിൻ്റെ കുട്ടികളാണ്. അവരുടെ ആശയങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള വേദികളാണത്. 4 വിഭാഗങ്ങളെയും മത്സരത്തിൽ പങ്കെടുത്തത് 41 പേർ. അപ്പം താഴെയായിട്ട് ദേശീയ വിദ്യാഭ്യാസ നയം അപകടം, ഡോക്ടർ രാം പുനിയാനി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ബൈറ്റും അതിനെക്കുറിച്ചുള്ള ഒരു ന്യൂസുമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വാർത്താവിശേഷങ്ങൾ. അപ്പം നാളെ വാർത്തകളുമായിട്ട് വരുന്നതായിരിക്കും. ബൈ, ടേക്ക് കെയർ.